പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന ഒരു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് തിയറി, അത് ശരിക്കും മോഡേണിസം വന്ന് അതിൻ്റെ പോസ്റ്റ് മോഡേണിസമായിട്ടുള്ള ഒരു കണക്ഷൻ തിങ്ക് ചെയ്യുന്നത് പോലെ ചോദിക്കാമെന്നാൽ പോസ്റ്റ് സ്ട്രക്ചറലിസം, does it have anything to do with post structuralism, or post structuralism does it have anything to do with the structuralism എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഓഫ് റെലവൻസ് ആണ്. ബട്ട് അതിൻ്റെ എക്സാക്റ്റ് ക്ലിയർ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെബല്യൺ എഗെയിൻസ്റ്റ് സ്ട്രക്ചറലിസം. ഇറ്റ്സ് എ കംപ്ലീറ്റ് റെബല്യൺ എഗെയിൻസ്റ്റ് സ്ട്രക്ചറലിസം because they are not post-structuralists, they are not at all okay with the over stress given on language by structuralism. ഒരു സ്ട്രക്ചറലിസം പറയുന്ന ലാംഗ്വേജ് ഷേപ്സ് ദ വേൾഡ്, ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ദറ്റ് റെപ്രസെൻറ്റ്സ് ദ വേൾഡ് ആൻഡ് റിയാലിറ്റി ആസ് എ ഹോൾ എന്നുള്ള വ്യൂസ് ഒന്നും തന്നെയും എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് സ്ട്രക്ചറലിസം റെഡിയല്ല. അതിൽ പറയുന്നത്, പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത്, കോൺസിക്വൻസ് ഓഫ് ദിസ് വ്യൂവേഴ്സ് വി എൻറ്റർ എ യൂണിവേഴ്സ് ഓഫ് റാഡിക്കൽ അൺസർട്ടനിറ്റി. അവർ പറയുന്നത് തന്നെ ലാംഗ്വേജിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, അല്ലെ അതിനെ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പം വല്ലാത്തൊരു അൺസർട്ടൈൻ വേൾഡിലാണ്, അല്ലെ റാഡിക്കൽ വേൾഡ് അൺസർട്ടൈൻ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാംഗ്വേജിന് സ്ട്രക്ചറലിസം പറയുന്ന, അല്ലെ സ്ട്രെസ് ചെയ്യുന്നത്രയും പ്രിസിഷനൊന്നും ആട്രിബ്യൂട്ട് ചെയ്യാൻ പോസ്റ്റ് സ്ട്രക്ചറലിസം റെഡിയല്ല എന്നുള്ളതാണ് ഫേസ്റ്റ് തിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർ പറയുന്ന അത്രയും ഒരു പ്രിസിഷനോ അല്ലെങ്കിൽ യാർഡ് സ്റ്റിക്കായിട്ട് എടുക്കാൻ പറ്റുന്നൊരു മീഡിയം അല്ല ലാംഗ്വേജ് എന്ന് ആദ്യം തന്നെ ഇവർ എംഫസൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇഫ് വി സ്റ്റിക്ക് ഓൺ ടു ദറ്റ് മീഡിയം ദർ ഇസ് നോ ലാൻഡ് മാർക്ക് ബിയോണ്ട് ലിംഗ്വിസ്റ്റിക് പ്രോസസ്സിങ് എന്നുള്ളൊരവസ്ഥ വരും. അത് വല്ലാത്തൊരു അൺസർട്ടൈനിറ്റിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നതാണ് ആദ്യം തന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത്. ആൻഡ് ദ ഒറിജിൻ ഈസ് ഫ്രം ഫിലോസഫി. പോസ്റ്റ് സ്ട്രക്ചറലിസം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫിലോസഫി എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയിൽ നിന്നാണ്. ഇറ്റ്സ് സെൽഫ് സ്കെപ്റ്റിക്കൽ ആൻഡ് എംഫസൈസിങ് ദ ഡിഫിക്കൽട്ടി ഓഫ് അച്ചീവിങ് സെക്യൂർ നോളജ്. അതുകൊണ്ട് തന്നെയും ഒരു എംഫസൈസിങ് ദ ഡിഫിക്കൽട്ടി, ഇപ്പം ഫിലോസഫി സെർച്ച് ഫോർ നോളജ് എന്ന് വേണമെങ്കിൽ സിമ്പിൾ ടേംസിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെവർ ലിമിറ്റഡ് ഓർ സ്റ്റാഗ്നൻറ്റ്, ഓൾവേസ് ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ സംതിങ്. അപ്പോൾ അവിടെ തന്നെ അവർ എംഫസൈസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടി ആൻഡ് അച്ചീവിങ് സെക്യൂർ നോളജ്. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട് ഏരിയയാണ്. അവർ ഓൾറെഡി ദേ ആർ സോ കംഫർട്ടബിൾ ഓർ ഇൻ എ വേ ഹാപ്പി വിത്ത് വാട്ട് എവർ ഈസ് ഗിവൺ. അതിൽ കൂടുതൽ തിങ്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും അവരവിടെ ദേ ആർ ഷട്ടിങ് ദ പോസിബിലിറ്റീസ് ഓഫ് എക്സ്പോഷർ. അപ്പോൾ അതുകൊണ്ട് തന്നെയും ആ ഒരു റിഗാർഡിങ് ദ ആ ഒരു കോൺഫിഡൻസ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ് ആസ് നെയ്വ്. ഇവർ പറയുന്നത് ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ അസ് ടു ഗോ ഫോർ എക്സ്പോഷർ കിട്ടാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട്. വി ക്യാൻ അനലൈസ് ബെറ്റർ, വി ക്യാൻ ഗോ ഫോർ ട്രൈയിങ് വിത്ത് റീഡിങ് ബെറ്റർ, ഇൻ്റർപ്രിറ്റേഷൻസ് ക്യാൻ ബി ഗിവൺ. അല്ലാതെ ഒരു മീഡിയം വിച്ച് ഒരു ഓൾറെഡി ഉള്ള ഒരു ലാംഗ്വേജ് എന്നതിന് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഒരു വലിയ പോസിബിലിറ്റിയാണ് ഹിൻഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നെയ്വായിട്ടാണ് ഇവർ പോസ്റ്റ് സ്ട്രക്ചേഴ്സ് അത് കാണുന്നത്. സോ ടേക്സ് ഇൻ്റലക്ച്വൽ പ്ലഷർ ഫ്രം നോയിങ് ഫോർ സെർട്ടൈൻ. അത് മാത്രമല്ല, ഒരു ദേ നോ ഫോർ സെർട്ടൈൻ ഷുവർ ദാറ്റ് വി കാൺ നോ എനിത്തിങ് ഫോർ സെർട്ടൈൻ. ഇതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത്. കാരണം ഒന്നും അങ്ങനെ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു അവിടെ സ്റ്റെബിലൈസ് ചെയ്യണമെന്നുള്ള ഒരു ടെൻഡൻസി ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ദേ ആർ സോ ഹാപ്പി ഓർ ഇൻ്റലക്ച്വൽ പ്ലഷർ ദേ ഗെയിൻ ഫ്രം നോയിങ് ഫോർ സെർട്ടൈൻ. അവർക്കറിയാം, അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നു, നമുക്കൊന്നും കൃത്യമായിട്ടൊരു ബേസിക് പോയിന്റിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ എൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റലക്ച്വൽ പ്ലഷർ അവർക്ക് കിട്ടുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ഇൻ എ വേ സെർട്ടൈനായിട്ടൊന്നും കിട്ടുന്നില്ല. സോ ഉള്ളത് നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ദാറ്റ് ഈസ് ഫ്രം ഫിലോസഫി ഇറ്റ്സ് ഒറിജിൻ. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അതുകൊണ്ട് ഇതിനെ കാണാൻ പറ്റും. ആൻഡ് ദ ടോൺ ആൻഡ് സ്റ്റൈൽ ദാറ്റ് ഈസ് മോർ ഇമോട്ടീവ്, അൺലൈക്ക് ദി മോഡേൺ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ടൈപ്പ്. അതിനെ പോസ്റ്റ് സ്ട്രക്ചറിസത്തിലെ ടോണും സ്റ്റൈലും ഒക്കെ ഇമോട്ടീവായിട്ടാണ് ഇവർക്ക് കൊടുക്കുക. അപ്പം അതേസമയം സ്ട്രക്ചറലിസത്തിൽ വി ഹാവ് സീൻ ഇറ്റ് ഈസ് ജസ്റ്റ് ദ സയൻറ്റിഫിക് കൂൾനെസ് ഓഫ് ടോൺ ദേ പ്രിഫർ. അവർക്ക് വളരെ സയൻറ്റിഫിക് ആയിട്ട് സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ഇൻ എ വെരി ഫോർമൽ വേ, ദാറ്റ് ഈസ് ഇനഫ്. ഇവർക്ക് വേണ്ടത് ഇമോട്ടീവ് ആൻഡ് അർജൻറ്റ് യുഫോറിക് ടോണാണ്. അതിൽ ഫ്ലാംബോയൻ ഷോയി സ്റ്റൈൽ വിത്ത് പൺസ്, അല്യൂഷൻസ്, വേർഡ് പ്ലേ. ഇവർക്ക് നല്ല ഈവൻ ഒരു
ടൈറ്റിലായാൽ പോലും അതിൽ വൺസും എല്യൂഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ ദേ ആർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. The attitude to language, it is like floating free language they prefer. ഒരിക്കലും പ്രിസിഷൻ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് സിൻടാക്റ്റിക്കലി അറേഞ്ച്ഡ് വേർഡ്സ് ഒന്നുമല്ല ഇവർ ഡിമാൻഡ് ചെയ്യുന്നത്. ദറ്റ് ഷുഡ് ബി ഫ്ലോട്ടിംഗ് ഫ്രീ, ഹൈലി എക്സ്പ്രസീവ് എ ലാംഗ്വേജ്. സോ ആങ്സൈറ്റി അബൌട്ട് ദി പോസിബിലിറ്റി ഓഫ് അച്ചീവിങ് എനി നോളജ് ത്രൂ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയമാണ്. സോ ലെറ്റ് എനിബഡി യൂസ് ഇറ്റ് ഇൻ ദാറ്റ് വേ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് അങ്ങനെ ഒരു ലാംഗ്വേജ് അല്ലാതെ ഒരിക്കലും വെറും ഒരു സ്ട്രക്ചേർഡ് മോഡൽ മാത്രമല്ല എല്ലാവരും ലാംഗ്വേജ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറലിസം പറയുന്ന മോഡൽ ആ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് പോസ്റ്റ് സ്ട്രക്ചറലിസം ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാനോ ആ ഒരു ഐഡിയ അപ്രീഷിയേറ്റ് ചെയ്യാനോ വില്ലിങ് അല്ല. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമ്മൾക്കിപ്പം ഇൻ റൈറ്റിംഗ് നമ്മളൊരു കാര്യം എഴുതുന്നു, അത് ഐറോണിക്കലി വി ക്യാൻ ചേഞ്ച് ദ മീനിങ് ഓർ വാട്ട് വി മീൻ ബൈ ദ റെഫറൻസ് ജസ്റ്റ് ബൈ ചേഞ്ചിങ് ദ ടോൺ ഓർ ഇൻറ്റോണേഷൻ, പിച്ച്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ യു ആർ എ ഗുഡ് ബോയ് എന്ന് പറയുമ്പം വളരെ സിംപ്ലി നമ്മൾക്കത് വി ക്യാൻ റെഫർ ഓർ വി ക്യാൻ മീൻ വാട്ട് വി സേ. അതേസമയം യു ആർ എ ഗുഡ് ബോയ് എന്ന് പറയുന്നിടത്ത് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഐറോണിക് ടോൺ. അപ്പോൾ ആ ലാംഗ്വേജ് ഇറ്റ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ ലൂപ്പ് ഹോൾസ് എന്നാണ് പോസ്റ്റ് സ്ട്രക്ചറിസം പറയുന്നത്. അതേസമയം സ്ട്രക്ചറിസത്തിൻ്റെ വ്യൂ പ്രകാരം യു ആർ എ ഗുഡ് ബോയ് എന്ന് എഴുതി അതിൻ്റെ മറ്റ് പോസിബിലിറ്റീസിനെ പറ്റി അവർ തിങ്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് തിങ്ക് ചെയ്യാനോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യാനോ അവർ വില്ലിങ് അല്ല. അപ്പം ഒരേ കാര്യം പറയുന്നതിൽ തന്നെ രണ്ട് തരത്തിലത് മീൻ ചെയ്യാം. ലാംഗ്വേജിൻ്റെ ലൂപ്പ് ഹോൾസ് തന്നെയാണ് അത് കാണിക്കുന്നത്. അത് എംഫസൈസ് ചെയ്യാനാണ് പോസ്റ്റ് സ്ട്രക്ചറിസത്തിൻ്റെ ഒരു വേ ഓർ അപ്രോച്ച് എന്ന് പറയുന്നത്. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദ മേജർ കോൺസെപ്റ്റ്സ് ഇറ്റ് ഈസ് ഡെത്ത് ഓഫ് ദി ഓഥർ. അത് പറയുന്നത് ഡെത്ത് ഓഫ് ദി ഓഥർ ഇറ്റ് ഡസൻ മീൻ ദ ഫിസിക്കൽ ഡെത്ത് ഓഫ് ദി ഓഥർ, ബട്ട് ഇറ്റ് ഡിക്ലെയർസ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് എ ലിറ്റററി ടെക്സ്റ്റ്. എന്ന് പറഞ്ഞാൽ എൻലെസ് ഫ്രീ പ്ലേ ഓഫ് മീനിങ് ആക്ച്വലി എ ടെക്സ്റ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ഓർ ഇൻ എ വേ ടെക്സ്റ്റ് carries. So escape from textual authorities must for us to have the possibility, have that to appreciate or to enjoy that free play of meaning, we have to escape from textual authority. നമ്മൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു ട്രഡീഷണൽ ഇൻ്റർപ്രിറ്റേഷനിൽ നമ്മൾക്ക് ഇതുവരെയും ഫോളോ ചെയ്തു വന്നിരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. whenever we get a poem or short story or a textual part to analyze, we have had the tendency to mention the writer's name first. എപ്പോഴായാലും നമ്മൾ ബിഗിൻ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ദ പോയട്രി ഇസ് ബൈ, അല്ലെങ്കിൽ ആ ഒരു ഓഥറിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ബിഗിൻ ചെയ്യാൻ, ഏത് ഇൻ്റർപ്രിറ്റേഷൻ ബിഗിൻ ചെയ്യാനുള്ളൊരു ട്രഡീഷണൽ ടെൻഡൻസി. അപ്പം ദാറ്റ് ഈസ് നോ ലോങ്ങർ നീഡഡ് എന്നുള്ളതാണ് ഈ പറയുന്ന പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു മെയിൻ അപ്രോച്ച്. അപ്പോൾ ഡെത്ത് ഓഫ് ദി ഓഥർ എന്ന് പറയുന്നത് വൺസ് ദ റൈറ്റിംഗ് ഈസ് ഓവർ, the duty of the writer also is over. Now it is the turn of the reader. They have to read a text at their hand in whatever way they want to. അനലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ ലോജിക്ക് വെച്ചുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പെർസെപ്ഷൻസ് വെച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യാനുള്ള ഫുൾ പ്രൊവിഷനും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസും ഒരു റീഡറിന് ഉണ്ട്. അപ്പം അതിന് ടെക്സ്ച്വൽ അതോറിറ്റിയോടുള്ളൊരു ഫിക്സേഷൻ നമ്മൾ മാറ്റി വെക്കണം. ദാറ്റ്സ് വാട്ട് ദേ മീൻ ബൈ ഡെത്ത് ഓഫ് ദി ഓഥർ. അപ്പം അങ്ങനെ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൈറ്ററിൻ്റെ പാർട്ട് അവിടെ കഴിഞ്ഞു. ഒരിക്കലും നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി, കോൺഷ്യസ്നെസ്, അവരുടെ സൈക്കോളജിക്കൽ ഓറിയൻറ്റേഷൻ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല വെൻ അനലൈസിങ് എ ലിറ്റററി ടെക്സ്റ്റ് എന്നാണ് ഡെത്ത് ഓഫ് ദി ഓഥർ കോൺസെപ്റ്റ് പറയുന്നത്. പോസ്റ്റ് സ്ട്രക്ചറിസത്തിൻ്റെ ഏറ്റവും മേജർ കോൺട്രിബ്യൂഷനായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണിത്. അതുപോലെ തന്നെ പോസ്റ്റ് സ്ട്രക്ചറിസം ചെയ്യുന്നത് ഇനി അനാലിസിസ് ദേ ഡു ദാറ്റ് ഇറ്റ് ഈസ് റീഡിങ് ദ ടെക്സ്റ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് ടെക്സ്റ്റൽ സബ് കോൺഷ്യസ് ഈസ് ഇൻ എ വേ ടേക്കൺ ഔട്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരിക. കാരണം നമ്മളൊരു നോർമൽ റീഡിങ്ങിൽ എടുക്കുന്നത് കോൺഷ്യസ് പാർട്ട് ഓഫ് ദി ടെക്സ്റ്റ് മാത്രമാണ്. ഒരു ട്രഡീഷണൽ റീഡിങ്ങിൽ നമ്മൾ ആകെ ഒരു ക്യാരക്ടർ അനാലിസിസ് ചിലപ്പം ചെയ്യും. മാക്സിമം പോയാൽ ഒരു ക്യാരക്ടറിൻ്റെ വളരെ വിസിബിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യും. പക്ഷേ അതിൻ്റെ അപ്പാർട്ട് ഓരോ വേർഡും സ്ട്രെസ് ചെയ്തുകൊണ്ട് അവരുടെ ഓരോ ചില ഡയലോഗ്സോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി,
That's what you mean by textual subconscious, that is taking the textual or concentrating upon the textual subconscious. നമ്മളൊരു സബ്കോൺഷ്യസ് എന്ന് പറയുന്ന ടേം തന്നെ അവിടെ വളരെ ഡെലിബറേറ്റ്ലി യൂസ്ഡ് ആണ്. കാരണം ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിലെ കോൺഷ്യസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വിസിബിൾ പാർട്ട്. നമ്മൾ വളരെ വേക്കിംഗ് മൈൻഡിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പാർട്ടാണ്. അതേസമയം സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹിഡൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്പ് ലെവലിൽ കിടക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അതുപോലെ ഏത് ടെക്സ്റ്റിനും അങ്ങനെ ഒരു സബ് കോൺഷ്യസ് ഉണ്ടാവും. ബട്ട് നോർമൽ റീഡിങ്ങിൽ നമ്മൾക്കത് അവൈലബിൾ ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദാറ്റ് കൈൻഡ് ഓഫ് എംഫസൈസ്ഡ് റീഡിങ് ഓർ മോർ കോൺസെൻട്രേറ്റഡ് റീഡിങ് ദേ പ്രൊമോട്ട് and seek to show the text is characterized by discontinuity rather than continuity. ഒരു ലാംഗ്വേജിൻ്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്നത് അതാണ് മെയിനായിട്ടുള്ള അനാലിസിസിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഡിസ്കണ്ടിന്യൂറ്റിയും ആയിരിക്കും. കാരണം അങ്ങനെ ഒരു ലാംഗ്വേജിന് ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് പറയുന്നിടത്ത് തന്നെ ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കാൻ അല്ലെങ്കിൽ അതിലെ ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ ഫിഷേഴ്സ് ബ്രേക്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രൊമോട്ട് ചെയ്യാൻ എന്ന രീതിയായിരിക്കും ഇതിൽ അനാലിസിസിൽ വരെ. ഇറ്റ്സ് ക്ലിയർ. And they concentrate on a single passage and analyze it so intensively that is multiplicities of meanings they can see. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഒരു പോയത്തിന് ഒരാൾ ഒരു 10 പേര് അനലൈസ് ചെയ്യുമ്പോൾ 10 ഡിഫറെൻറ്റ് റീഡിങ്സ് വരാം. അപ്പോൾ അത് 10ഉം ചിലപ്പോൾ ആക്സെപ്റ്റബിൾ ആയിരിക്കും. ബട്ട് ഒരിക്കലും ഇവർ പറയുന്നില്ല എന്ത് റീഡിങ്ങും ആവാം എന്നുള്ളതല്ല ഒരിക്കലും പോസ്റ്റേഴ്സ്. ഇപ്പം ഡെത്ത് ഓഫ് ദി ഓതർ ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ ഒരാളുടെ ലിറ്റററി വർക്കിൽ അവർ ഒരിക്കലും മീൻ ചെയ്യത്തില്ല. ഒരു തരത്തിലും ഒരു ലോജിക്കും ഇല്ലാത്ത ഏത് റീഡിങ്ങും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു വ്യൂവുമല്ല പോസ്റ്റ് സ്ട്രക്ചറിസം പ്രൊമോട്ട് ചെയ്യുന്നത്. You can come up with any kind of reading you want to, but provided that you are capable of substantiating your argument points. അവിടെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു പ്രിസിഷൻ വരുന്നത്. ഒരു കറക്റ്റ് അല്ലെങ്കിൽ ഒരു മെയിനായിട്ടുള്ള അതിൻ്റെ എക്സാക്റ്റ് എക്സ്പ്ലനേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ദേ ലുക്ക് ഫോർ ഷിപ്സ് ബ്രേക്സ് റിപ്രസ്ഡ് ഓർ പാസ്ഡ് ഓവർ എലമെൻറ്റ്സ്. ഇങ്ങനെയുള്ള ഒരിക്കലും നമ്മൾ അത്രയും ഒരു എക്സൈറ്റഡ് റീഡിങ്സ് ആണ് ശരിക്കും വരിക. കാരണം നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യാത്തത്രയും പുതിയ തരത്തിലുള്ള ഒരു റീഡിങ്. കാരണം നമ്മൾക്ക് ഇതുവരെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ റീഡിങ് ഏത് പോയത്തിനും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പം വൺസ് പോസ്റ്റ് സ്ട്രക്ചേഴ്സ് റീഡിങ് ഗോസ് ഓൺ നമ്മളത് ആ രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വേർഡിൻ്റെ വേറെ ഏതെങ്കിലും ഒരു മീനിങ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുവരെയും തിങ്ക് ചെയ്യാത്തൊരു മീനിങ് വെച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പം എക്സാക്റ്റ് മീനിങ് തന്നെ റിവേഴ്സ്ഡ് ആവാം. ചിലപ്പോൾ ഹീറോ ബിക്കംസ് വില്ലൻ ബിക്കംസ് ഹീറോ, ഒരു എക്സാക്ട്ലി ഒരു ക്രഷ്ഡ് സിറ്റുവേഷൻ ബിക്കം സംതിങ് പോസിറ്റീവ്. അങ്ങനെയൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ റീഡിങ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോസ്റ്റ് സ്ട്രക്ചറിസത്തിന് പറ്റുന്നുണ്ട്. ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറിസത്തിൻ്റെ അപ്ലൈഡ് ഫോമാണ് ഡീകൺസ്ട്രക്ഷൻ. നമ്മൾ ഒരു തിയറി അത് വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ എ ടെക്സ്റ്റ് അനാലിസിസിൽ പോകുമ്പോൾ അതിന് നമ്മൾ ഡീകൺസ്ട്രക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ പോസ്റ്റ് സ്ട്രക്ചറലിസം ആക്ച്വലി ഇറ്റ് ഈസ് ഈക്വൽ ടു ഡീകൺസ്ട്രക്ഷൻ. ഡീകൺസ്ട്രക്ഷൻ ഈസ് ദ പ്രാക്ടിക്കൽ ഫോം ഓഫ് പോസ്റ്റ് സ്ട്രക്ചറലിസം.